കോഴിക്കോട് വടകര ചെമ്മരത്തൂരിൽ പട്ടാപ്പകൽ ക്ഷേത്രത്തിൽ കവർച്ച. മേക്കാത്ത് പരദേവതാ ക്ഷേത്രത്തിലാണ് മോഷണമുണ്ടായത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. പട്ടാപ്പകൽ നടക്കുന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്രാങ്കണം കാണാം. ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു വരുന്ന ഒരാളെയും നമുക്ക് ദൃശ്യത്തിൽ കാണാം. ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു വരികയാണ്. വടകരയിലാണ് സംഭവം. കോഴിക്കോട് വടകരയിലെ ചെമ്മരത്തൂരിൽ മേക്കോത്ത് പരദേവതാ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ്. ക്ഷേത്രത്തിനടുത്ത് നടന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ്. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു എന്നുള്ളതാണ്. ഭണ്ഡാരം കുത്തി തുറക്കുന്നത് നമ്മൾ കാണുന്നില്ല, ബാക്കിയുള്ള ഭാഗം വരെ കാണുന്നുണ്ട്. വിവരങ്ങളുമായി രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, ഇയാൾ ആരാണ്? CCTV ദൃശ്യം ഇങ്ങനെ പകൽ നടന്ന സംഭവമാണ്, അത് നമുക്ക് മുൻപിലുണ്ട്. ആളെ പിടിച്ചോ? പക്ഷേ ഈ മോഷ്ടാവിനെ പിടിച്ചിട്ടില്ല. വടകര പോലീസിന്റെ അന്വേഷണം നടന്നു വരികയാണ്. ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 ഇങ്ങനെ മോഷണം നടന്നിട്ടുള്ളത്. സാധാരണ പുലർച്ചെ രാത്രിയിലൊക്കെയാണ് ക്ഷേത്രം ഭണ്ഡാരം കുത്തിത്തുറന്നൊക്കെ മോഷണങ്ങൾ നടക്കാറെങ്കിൽ ഇവിടെ വൈകിട്ട് 4:30 4:30 തന്നെ മോഷ്ടാവ് അങ്ങനെ ഒരു കൃത്യം നടത്തിയെന്നതാണ്. ചെമ്മരത്തൂരിലുള്ള മേക്കോത്ത് പരദേവതാ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ ഉണ്ടായിരുന്ന ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം മുഴുവനായി അപഹരിക്കുകയാണ് ഉണ്ടായത്. ക്ഷേത്ര വളപ്പിലേക്ക് എത്തുന്നതിന്റെയും അതുപോലെ അകത്ത് കയറുന്നതിന്റെയും തിരിച്ചു പോകുന്നതിന്റെയും ദൃശ്യങ്ങളാണ് സമീപത്ത് തന്നെയുള്ള CCTV പതിഞ്ഞിട്ടുള്ളത്. പോലീസ് അത് ശേഖരിച്ച് അത് പരിശോധിച്ചു വരിക കൂടിയാണ്. ഒരാൾ മാത്രമാണ് ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. മോഷ്ടാവായി ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന ദൃശ്യങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വടകര പോലീസ് അന്വേഷണം നടത്തുകയാണ്. രണ്ടാം തവണയാണ് ക്ഷേത്രത്തിൽ ഇതുപോലെ ഭണ്ഡാരം കുത്തി തുറന്ന് കവർച്ച നടക്കുന്നത് എന്നുകൂടി ക്ഷേത്ര ഭാരവാഹികൾ പറയുകയും ചെയ്യുന്നുണ്ട്. അക്ഷയ.